ഇല വീണ് തൂർന്ന ഈ ഒരു ടാറിട്ട റോഡിലൂടെ നടന്ന് കോഴിക്കോടിൻ്റെ മറ്റൊരു മനോഹരമായ പ്രകൃതിയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഇതാണ് മനോഹരമായ ആ സ്ഥലം. ചുറ്റും മലനിരയാൽ ചുറ്റപ്പെട്ട ഈ ഒരു സ്ഥലം കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരെ പറമ്പിൽ ബസാർ ചെറുവറ്റ എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ കാഴ്ചകൾ, ശാന്തവും ശുദ്ധവുമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇതുപോലത്തെ കാഴ്ചാനുഭവങ്ങൾ തരുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ഓരോരോ വീഡിയോകളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോ ദൃശ്യങ്ങളായി കൊണ്ടെത്തിക്കുന്നതാണ്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഡിസംബർ മാസത്തിൽ അതിരാവിലെ ഇവിടെ വന്നാൽ കോടമഞ്ഞ് നിറഞ്ഞ് നല്ലൊരു കാഴ്ചാനുഭവമായിരിക്കും. അതിനിടയിൽ കൂടി സൺറൈസ് കൂടി ആയാലോ? പിന്നെ ഞാൻ പറയണോ ആ ഒരു മനോഹര കാഴ്ചയെപ്പറ്റി? അതേപോലെ തന്നെ വൈകുന്നേരം സൺസെറ്റ് കാണാനും അടിപൊളിയാണ്. ആ ഒരു സമയത്ത് കോഴിക്കോട് ബീച്ചിൻ്റെ ചെറിയ കാഴ്ചകളും നമ്മുടെ കണ്ണിലേക്ക് ഒഴുകിയെത്തും. ഈ ഒരു കുന്നിൻ്റെ മുകളിൽ വരെ വാഹനങ്ങൾ വരുമെങ്കിലും താഴെ ഒരു 50 മീറ്റർ അകലെ വരെയാണ് വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. ഇവിടെ നിന്ന് താഴ്വാര കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ഇടതൂർന്ന് നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും വയലുകളും വയലിനോട് ചേർന്ന് മനോഹരമായ ഒരു റോഡും. ശരിക്കും നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത്. ശരിക്കും പറഞ്ഞാൽ അതിരാവിലെ വന്നു കഴിഞ്ഞാൽ കോടമഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച കൂടി കാണാൻ കഴിയും. ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ്. ആ ഒരു സമയത്തും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിരാവിലെ വരുന്നതായിരിക്കും കൂടുതൽ ഭംഗി. പരിസര പ്രദേശങ്ങളിൽ നിന്നും മറ്റു ദൂരത്തിൽ നിന്നും ഒരുപാട് സഞ്ചാരികളെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. സായാഹ്നം ആസ്വദിക്കാൻ വേണ്ടി ഒട്ടനവധി ആളുകളാണ് പല പല ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് വരുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം. അപ്പോഴാണ് ഈ പച്ച വിരിച്ച ഈ ഒരു പ്രകൃതിയെ കാണാൻ സാധിക്കുകയുള്ളൂ. ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിനോടൊപ്പവും വന്നു സന്ദർശിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഇവിടെ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് മറ്റൊന്നുമല്ല, പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം തന്നെ. ഒരുപാട് ആളുകളാണ് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് പോയത് ഇവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രകൃതിയെ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മളെപ്പോലത്തെ മനുഷ്യർ തന്നെയാണ്. ഇവിടെ നിന്ന് വിദൂര കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ പറമ്പിൽ ബസാർ ശാന്തിഗിരി ആശ്രമം കാണാനാകും. കോഴിക്കോട് ജില്ലയിലെ കക്കോടിയിലെ പറമ്പിൽ ബസാർ എന്ന സ്ഥലത്താണ് 14 ഏക്കറിൽ പരന്നു കിടക്കുന്ന ആനാവുകുന്നിലാണ് ഈ ഒരു ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒട്ടനവധി വിദൂര കാഴ്ചകൾ നമുക്കിവിടെ കാണാനാകും. കോഴിക്കോട് NITയുടെ ഒരു കാഴ്ചയും ഇവിടെ നിന്ന് നമുക്ക് കാണാനാകും. കോഴിക്കോട് കുന്ദമംഗലത്ത് ചാത്തമംഗലം എന്ന സ്ഥലത്താണ് NIT സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച NITകളിൽ ആദ്യ 5-ൽ ഇടം പിടിച്ച സ്ഥാപനം കൂടിയാണ് കേരളത്തിൻ്റെ അഭിമാനമായ NIT കാലിക്കറ്റ്. പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിനെയും നമുക്ക് ഇവിടെ കാഴ്ചകളിൽ കാണാനാകും. അതേപോലെ തന്നെ ധാരാളം വീടുകളും അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു മലമുകളിൽ നിന്ന് നമുക്ക് മനോഹരമായി കാണാൻ കഴിയുന്നത്. ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് 3 വഴി നിങ്ങൾക്ക് ഇവിടെ എത്താനാകും. പറമ്പിൽ ബസാർ ഭാഗത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താനാകും. കോഴിക്കോട് വയനാട് റോഡിൽ നിന്നും മുണ്ടിക്കൽ താഴം വഴി ചെറുവറ്റ 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാലും നിങ്ങൾക്ക് ഇവിടെ എത്താനാകും. അതേപോലെ തന്നെ കാരന്തൂരിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാലും നിങ്ങൾക്ക് ഇവിടെ ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനാകും. യാത്രയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒന്ന് വന്നു സന്ദർശിക്കേണ്ടതാണ്. രാവിലെയോ വൈകിട്ടോ സന്ദർശിക്കുന്നതാകും അനുയോജ്യം. യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ യാത്രകളും യാത്രാ വിവരണങ്ങളുമായി വീണ്ടും തിരിച്ചു വരാം. ഇനി മറ്റൊരു പ്രകൃതി സന്നിധിയിൽ വെച്ച് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.